വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒരു ഡ്രൈവ് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹം. ഇപ്പോഴല്ല, 2006 കാര്യമാണ്. അപ്പോൾ ഞാൻ ലേണേഴ്സ് എഴുതി, അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോയി, ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, ഒരു പുതിയ ആക്റ്റീവ സ്കൂട്ടർ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതും കൊണ്ട് റോഡിലിറങ്ങാൻ നല്ല ഒരു പേടി. ഡ്രൈവിങ്ങിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എനിക്ക്. അങ്ങനെ 6 മാസത്തോളമായി വണ്ടി വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഞാൻ റിസർച്ച് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ്, പാളയത്ത്. അവിടെയാണ് ഞാൻ PhD ചെയ്തത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ലൈബ്രറിയിൽ പോകണം. ഒന്നുകിൽ എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ അനിയനുണ്ട്, അവൻ ജോലിക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോകും. അപ്പോൾ 6 മാസത്തോളമായി വണ്ടി, പുതിയ സ്കൂട്ടർ വീട്ടിലിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകും, പെട്രോൾ അടിക്കും, കറങ്ങാനൊക്കെ പോകും, തിരിച്ചു കൊണ്ടുവയ്ക്കും. കാരണം പുതിയ സ്കൂട്ടർ എടുക്കാതിരുന്നാലും കേടായി പോകുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയപ്പോൾ അവൻ പതിവില്ലാതെ എന്നോട് വളരെ ദേഷ്യപ്പെട്ടു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പുതിയ വണ്ടി വീട്ടിൽ വെച്ചിട്ട് ആ വണ്ടി എടുത്ത് പൊയ്ക്കൂടി എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നെ അത് വളരെയധികം ഹർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ദേഷ്യവും സങ്കടവും വിഷമവും എന്തൊക്കെയോ തോന്നി. അപ്പോൾ അവർ റെഡിയായി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ചെന്ന് നിന്നുകൊണ്ട് ബസ് വന്നു, ഞാൻ ബസ്സിൽ കയറിപ്പോയി. അപ്പോൾ ബസ്സിൽ കയറി മുമ്പ് ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ വന്ന് ബൈക്കിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു കോളേജിൽ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറ്റിയെന്നറിയോ, ഞാൻ ബസ്സിലിരുന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു. ബസ് കുറച്ച് ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊരു വളരെ വലിയൊരു വാശിയായിട്ട് കിടന്നു. എന്ന് വെച്ചാൽ ചില പിടിവാശികൾ നമുക്ക് നല്ലതിനാണല്ലോ. നമുക്ക് അങ്ങനെ ഒരു വാശി വരുമ്പം നമുക്ക് എങ്ങനെ അത് നേടിയെടുക്കണം എന്നൊക്കെ മനസ്സിലൊരു നിർബന്ധ ബുദ്ധി തോന്നും. നമുക്ക് ആ ഒരു എവിടെ നിന്നോ ഒരു ധൈര്യം വരും. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ പോകുമ്പോൾ പാളയത്തെ ആ ഒരു തിരക്ക്, റോഡിൽ ട്രാഫിക്, ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകാനൊരു പരാജയ ഭീതി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്. മാത്രമല്ല, എവിടെയെങ്കിലും ട്രാഫിക് റൂട്ട് തിരിച്ചു വിട്ടാൽ, കാരണം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എന്നും ധർണ സമരം, അപ്പോൾ 10 മണി സമയത്തൊക്കെ എന്നും ബസ് മിക്കവാറും വഴി മാറ്റിയൊക്കെ ട്രാഫിക് വിടാറുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും വഴി കൂടെയാണ് ട്രാഫിക് പോലീസ് വിടുന്നതെങ്കിൽ എനിക്ക് ആ വഴികളൊന്നും അത്ര പരിചയമില്ല. ഇതെല്ലാം ഒരു കാരണമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിലുള്ള ആ ഒരു വാശി, ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെയായാലും ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ഇനി ഞാൻ ഡെയിലി ലൈബ്രറിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ പോകണം, ഈവനിങ് തിരിച്ചാണ്, എനിക്ക് അത്യാവശ്യമാണ് വണ്ടി എന്നുള്ളത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മുതൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. തുടക്കത്തിലൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബൈ പ്രാക്ടീസ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം, അല്ലെങ്കിൽ അധികം തിരക്കുള്ളിടത്ത് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കേണ്ട, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു, എനിക്ക് എവിടെ വേണമെങ്കിലും, അപ്പോൾ പാളയത്ത് നല്ല എവിടെ വേണം, എത്ര ദൂരം വേണമെങ്കിലും വണ്ടി ഓടിച്ച് പോകാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു എൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു പരാജയത്തിനെ പറ്റി ഓർമ്മിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മെമ്മറബിളായിട്ട് വന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. തോൽവികളിൽ നിന്നും അല്ലെങ്കിൽ പരാജയങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം, അതിൽ നിന്ന് എന്ത് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്താം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളിൽ പലരും, ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പല കാര്യങ്ങളിലും തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പരാജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുള്ളവരാണ്. പക്ഷേ അതിലൊരിക്കലും തളരാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു അനുഭവമായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിവായിട്ട് മനസ്സിലാക്കി നമ്മൾ വീണ്ടും വിജയത്തിലേക്ക് തന്നെ പോവുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണ് കഴിവുകൾ കിട്ടിയിരിക്കുന്നത്. ഒരാളിനെ പോലെ അല്ല മറ്റൊരാളിൻ്റെത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പരാജയങ്ങളിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മൾ അത് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൻ്റെ വളരെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിന് ഞാൻ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു വാക്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക. പക്ഷേ ഏത് രീതിയിലായാലും നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക, കീപ് ഗോയിങ്.
അപ്പോൾ നമ്മൾ തോൽവികളിൽ വിഷമിച്ചിരിക്കരുത് എന്നുള്ളതിന് മനസ്സിലാക്കി തരുന്ന ഇതിനേക്കാൾ ഭംഗിയായിട്ട് വേറൊരാളിന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്നറിയോ, ഇഴയുക എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജാണ്. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് നിലത്തൂടെ എഴിഞ്ഞു പോകുക എന്നുള്ളത്. വളരെ ഹാർഡാണ്. അപ്പോൾ അത്രയും ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നാൽ പോലും ഒരിക്കലും നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഗീവപ്പ് ചെയ്യരുതെന്നുള്ളതാണ്. നെവർ ഗീവപ്പ്. നിങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക. ഈ പരീക്ഷണങ്ങളൊന്നും നമ്മളെ തളർത്താനുള്ളതല്ല, വീണ്ടും നമ്മളെ കുറേ കൂടെ എനർജി ആക്കാനുള്ളതാണ്. അതും സോൾവ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുക. വിജയം നമ്മളെ കയ്യെത്തുന്ന ദൂരത്താണ്. ഒരു പോയിന്റ് അടുത്തെത്തിയാൽ നമുക്ക് ആ വിജയം നമ്മുടെ കൈപ്പിടിയിലാക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് പരാജയങ്ങളിൽ നിന്നും തിരികെ നമുക്ക് വളരെ ഭംഗിയായിട്ട് വിജയത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ എത്താം എന്നുള്ളതിന് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അപ്പോൾ അതിൽ ഒന്നാമത് വേണ്ടത്, നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി, അതിനെ നമ്മുടെ മനസ്സിലൊരു വിഷമായിട്ട് കിടപ്പുണ്ട്, വീട്ടുകാരെ ഇനി പറഞ്ഞ് മനസ്സിലാക്കണം, റിലേറ്റീവ്സ് ചോദിക്കും, ഫ്രണ്ട്സിൻ്റെ സഹതാപം, നാട്ടുകാരുടെ സഹതാപം. അപ്പോൾ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നെവർ മൈൻഡ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ, നമ്മൾ ആ പരാജയം, ആ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു പരാജയം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു പകുതി നമ്മൾ ഓക്കെ ആയി എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൽ തളർന്നിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ എക്സാമോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ളതോ ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ഒരു അഡ്മിഷന് വേണ്ടി എക്സാം എഴുതിയതോ എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു പരാജയം സംഭവിച്ചു, അത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഒരുവിധം റിലാക്സ് ആവാൻ തുടങ്ങും. കാരണം നമുക്കൊരു പരാജയം സംഭവിച്ചു. എത്രയോ മനുഷ്യർ, നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് എത്രയോ മനുഷ്യർ ഇതുപോലെ പരാജയങ്ങളെ ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ പരാജയം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, ജയിക്കാൻ വേണ്ടി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. ഡു സംതിങ് ഡിഫറെൻറ്റ്. എല്ലാവരും ഇപ്പോൾ ചെയ്ത രീതിയിലായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെൻ്റായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ചിലപ്പോൾ പഠിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകാം, അതല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ്സിന് വളരെ നല്ലതാണ്, അതല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി, അല്ലെങ്കിൽ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അത് എക്സാം എഴുതും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് പാളിച്ച എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുക. അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. വിഷമിച്ചിരിക്കാതെ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. 3rd പോയിന്റ്, പരാജയങ്ങൾ എപ്പോഴും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു എക്സാം എഴുതി ഫസ്റ്റ് ടൈം സക്സസ് ആയ ഒരാളിനാണെങ്കിൽ ഒരു മെസ്സേജ് തരാനേ പറ്റുള്ളൂ. പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളിന് ഒരുപാട് അനുഭവ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു അധ്യാപകർക്കും ഒരു ടീച്ചറിനും തരാൻ പറ്റാത്ത പാഠങ്ങളാണ് പല അനുഭവങ്ങളും നമുക്ക് ജീവിതത്തിൽ നിന്ന് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതിൽ ഒരിക്കലും തളർന്നിരിക്കാതിരിക്കുക. ഒരിക്കലും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു ഗോള് സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് കൂടുതൽ കൂട്ടുകൂടുക, അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പം നെഗറ്റീവായിട്ട് നമ്മളെ പറഞ്ഞ് വിഷമിപ്പിക്കാനും, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇനി വീണ്ടും ട്രൈ ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കാനും സഹാനുഭൂതി കാണിക്കാനും ഒരുപാട് ആൾക്കാർ കാണും. നമുക്ക് ആരുടെയും സഹാനുഭൂതിയും സഹതാപവും അനുകമ്പയും ഒന്നുമല്ല ആവശ്യം. നമ്മളെ കൊണ്ട് കഴിയും. ഒരു ചാൻസ് പോയെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ഒന്നുകൂടെ വീണ്ടും നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. എത്രയോ ആൾക്കാർ ഇങ്ങനെ വീണ്ടും ട്രൈ ചെയ്തിപ്പോൾ എൻട്രൻസ് എഴുതുന്ന കുട്ടികളില്ലേ, MBBS എഞ്ചിനീയറിങ്ങിനൊക്കെ, ആ നീറ്റ് എക്സാമിൻ്റെയൊക്കെ സമയത്ത് എത്രയോ കുട്ടികൾക്ക്, വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്കായിരിക്കും നല്ല റാങ്ക് വാങ്ങി അവർക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുന്നത്. എത്രയോ പേര് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഓരോ കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ്സിന് പോയി പഠിച്ച് മാത്രം എത്രയോ വർഷം പഠിച്ചിട്ടായിരിക്കും കുട്ടികൾക്ക് വീണ്ടും അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു ചാൻസിൽ കിട്ടാതെ വരുമ്പോൾ തളർന്നിരിക്കുകയാണോ? അല്ലല്ലോ. IAS IPS പോലുള്ള എക്സാം എഴുതുന്ന എത്രയോ കുട്ടികൾ, അവർ ഫസ്റ്റ് ചാൻസിൽ അതിൽ എത്ര പേരാണ്? വളരെ കുറച്ച് പേരല്ലേ അവർ പാസ്സാവുന്നുള്ളൂ. അതിന് പ്രിലിംസ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ മെയിൻ എക്സാം ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. എത്രയോ കടമ്പകൾ കടന്നാണ് അവർ നമ്മുടെ മുമ്പ് കളക്ടറായിട്ടും IPS ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും ഇതുപോലെ ഒരു തോൽവി വരുമ്പോൾ അത് ആ പരാജയം സംബന്ധിച്ച് ജീവിതത്തിൽ വീണ്ടും എവിടെയെങ്കിലും മിണ്ടാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നാൽ അവർക്ക് ഈ ഒരു വിജയം അവരൊക്കെ കയ്യെത്തി പിടിക്കാൻ പറ്റുമായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും പരാജയങ്ങളിൽ നമ്മൾ വിഷമിച്ച് തളർന്നിരിക്കരുത്. അത് വീണ്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് വിജയം അധികം ദൂരെയല്ല. വീണ്ടും 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 നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുക.
എപ്പോഴും നമ്മൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരുടെ കഥകളാണ് വായിക്കേണ്ടത്. കാരണം അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവും മനസ്സിലാക്കി തരുന്നതിന്. ഇപ്പം ജീവിതം തന്നെ ഒരു എക്സാം പോലെയാണ്. അവിടെ നമ്മൾ മറ്റൊരാളിനെ നോക്കി കോപ്പി അടിക്കുമ്പോഴാണ് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പാകപ്പിഴകളും ഒക്കെ ഉണ്ടാവുന്നത്. കാരണം ഈ എക്സാമിന് ഓരോരുത്തർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല നമ്മൾ അടുത്തുള്ള ആളുടെ കയ്യിൽ. അത് നോക്കി കോപ്പി അടിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കാതിരിക്കുക, പരാജയം സമ്മതിക്കാതിരിക്കുക. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുക. അത് വളരെ നമുക്കൊരു തിരിച്ചറിവാണ് ആ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരു പരാജയം നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ അവിടെ ബ്രേക്ക് ആവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് അവിടെ ബ്രേക്ക് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു വഴിയാണ് തുറന്നു കിട്ടുന്നത്. നമ്മുടെ മുമ്പ് വേറെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് വേറൊരു രീതിയിൽ കൂടെ എന്താണ് ഇത് എക്സാം ആയാലും ഇൻ്റർവ്യൂ ആയാലും നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്ക് ആ വിജയം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണെന്ന് എപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. അത് വളരെ പ്രധാനമാണ്. ഒരിക്കലും അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. സെൽഫ് മോട്ടിവേഷൻ, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരാൾ തരുന്ന മോട്ടിവേഷൻ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആരെ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്കിത് നേടണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വേണം. ആ ആഗ്രഹം എപ്പോഴും ആ ഒരു സ്പാർക്ക് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച കാര്യം ഒരു 50% നിങ്ങൾ നേടിയതുപോലെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു 50% കൂടെ നിങ്ങൾക്ക് നേടാനുള്ളൂ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ എക്സാം ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, ക്ലാസ്സിന് പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വീണ്ടും വളരെ ബുദ്ധിമുട്ടമായി അതിനെപ്പറ്റി ചിന്തിച്ചൊരു തീരുമാനമെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു മൃഗമാണെങ്കിൽ പോലും അത് ഇര പിടിക്കാൻ പോകുമ്പോൾ 2-3 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയിട്ടല്ലേ മുന്നോട്ട് കുതിച്ച് ചാടുന്നത്. എന്തിനാണ് ബാക്കിലോട്ട് പോകുന്നത്? അത്രയും ഫോഴ്സിൽ മുമ്പോട്ട് കുതിച്ച് ചാടുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ അമ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇത് കെട്ടിയിരിക്കുന്ന അതിൽ ബാക്കിലോട്ട് നമ്മൾ അമ്പ് വലിച്ചിട്ടാണ് അത്രയും ഫോഴ്സിൽ അത് മുന്നിലേക്ക് നമ്മൾ അമ്പ് വിടുന്നത്. എന്തിനാണ്? അപ്പോൾ 1-2 സ്റ്റെപ്പ് നമ്മൾ പിറകിലായിപ്പോയെങ്കിലും അല്ലെങ്കിൽ പിറകിലായെങ്കിലും ഒരിക്കലും വിഷമിക്കാതിരിക്കുക. അതിനേക്കാൾ ഭംഗിയായിട്ട് മുമ്പിലേക്ക് കുതിച്ച് ചാടുന്നതിനുള്ളൊരു വഴിയാണ് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നതെന്ന് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെ അത് വിശ്വസിക്കുക. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നമുക്ക് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ജീവിതത്തിൽ എത്രയോ ആൾക്കാർ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, അവർ ഒരുപാട് ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഇത്രയും വലിയ ജീവിത വിജയം നേടിയ ആൾക്കാരാണ്. ഇപ്പോൾ KR നാരായണൻ, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ് ഒക്കെ കോളേജിലെ ഡ്രോപ്പ് ഔട്ടായ ആൾക്കാരാണ്. അവർ ഒരിക്കലും അവരുടെ കോളേജ് വിദ്യാഭ്യാസം ഒന്നും ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഡിഗ്രികൾ നേടിയ ആൾക്കാരൊന്നുമല്ല. അവർ ഈ പരാജയങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ച് വീണ്ടും ജീവിതത്തിൽ മുന്നേറിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ നെൽസൺ മണ്ടേല, തോമസ് ആൽവ എഡിസൺ, അല്ലെങ്കിൽ പാബ്ലോ പിക്കാസോ, രജനീകാന്ത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ ഇവരുടെയൊക്കെ പേരുകൾ മെമ്മറബിൾ ആണ്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീനെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ആളാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആധുനിക ഫിസിക്സിൻ്റെ പിതാവ്, നോബൽ പ്രൈസ് വിന്നർ എന്നൊക്കെ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ക്ലാസ്സിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് ടീച്ചർ വിധി എഴുതിയ ഒരു കുഞ്ഞായിരുന്നു. അവന് 4 വയസ്സ് വരെ സംസാരിക്കാത്ത ആ കുഞ്ഞിനെ കൊണ്ട് അവൻ്റെ പാരൻസ് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത്രയും ഒരിക്കലും കൊള്ളില്ല, ബുദ്ധിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി എന്തുമാത്രം ജീവിതത്തിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്താണ്, പരാജയങ്ങളെ ഫേസ് ചെയ്താണ് ഒരു നോബൽ പ്രൈസ് വിന്നർ വരെ ആയതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ജാക്കി ചാൻ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ജാക്കി ചാൻ, അദ്ദേഹത്തിൻ്റെ 7ാമത്തെ വയസ്സിലെ ചൈനയിലെ ഒരു നാടക അക്കാദമിയിൽ അദ്ദേഹം ജോലിക്ക് ചേർന്നതാണ്. രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും അവധി എടുക്കാതെ 10 വർഷം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പല റെസ്റ്റോറൻറ്റുകളിൽ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ സ്റ്റണ്ട്മാൻ ആയിട്ടൊക്കെ അദ്ദേഹം എന്തുമാത്രം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാണ്. അങ്ങനെയാണ് അദ്ദേഹം ജാക്കി ചാൻ എന്നുള്ള ആ ഒരു മനുഷ്യൻ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നത്. 2007 അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വാങ്ങിയത് 75 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിയത്. മാത്രമല്ല ആ ഒരു സിനിമയുടെ പ്രോഫിറ്റിൻ്റെ 15% വീണ്ടും അദ്ദേഹത്തിന് അവർ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യരൊക്കെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്താണ്, എന്തുമാത്രം കഷ്ടപ്പാടിലൂടെയാണ് ജീവിതത്തിൽ ഉയർന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ധീരുഭായ് അംബാനി ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഒരിക്കലും അറിയപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച്
10ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. പെട്രോൾ പമ്പിൽ ക്ലർക്കായിട്ട് ജീവിതം തുടങ്ങിയ ഒരു മനുഷ്യൻ. ആകെ 15,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് അദ്ദേഹം റിലയൻസ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അത് മുംബൈയിലെ ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിൽ ഒരു മേശയും 3 കസേരയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ ഒരു ഒറ്റ മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. അത്രയ്ക്കും ബുദ്ധിമുട്ടിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായി എന്ന് പേരെടുത്ത് ലോകത്തിലെ സമ്പന്നന്മാരുടെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒരു സ്ഥാനത്ത് എത്തിയ ആ ഒരു മനുഷ്യൻ എന്തുമാത്രം അതിസമ്പന്നരുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം സ്ട്രഗിൾ അദ്ദേഹം ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്ന സമയത്തെ ഇത്രയും ലാവിഷായിട്ട് അല്ലെങ്കിൽ ഇത്രയും സഫീഷ്യൻ്റ് ആയിട്ട് ജീവിച്ചെന്നൊരു മനുഷ്യനല്ല. ഹാർഡ് വർക്കിലൂടെ പരാജയപ്പെട്ട് വിജയത്തിലെത്തിയ മനുഷ്യനാണ്. JK റൗളിംഗ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാരി പോട്ടർ എഴുതിയ ആള്. JK റൗളിംഗ് അവരുടെ കൃതി ഹാരി പോട്ടർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പല കമ്പനികളിലും കയറി ഇറങ്ങി നടന്നു. 12 പ്രാവശ്യമാണ് ആ കൃതി റിജക്ട് ചെയ്തത്. 12 പ്രാവശ്യം. എന്നിട്ട് വീണ്ടും കൊണ്ട് നടന്നിട്ടാണ് ലാസ്റ്റ് ആ ഒരു ഹാരി പോട്ടറിന്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തത്. അവരന്ന് പിന്മാറിയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്നീ വായിക്കുന്ന ഹാരി പോട്ടറിന്റെ എത്രയോ ബുക്സുകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതുപോലെ വാൾട്ട് ഡിസ്നി, മിക്കി മൗസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്കിനെയൊക്കെ നമുക്ക് തന്ന വാൾട്ട് ഡിസ്നി. അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ അദ്ദേഹത്തിന്റെ ഹൈസ്കൂളിൽ പഠനം നിർത്തേണ്ടി വന്നു. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു. ട്രെയിനിൽ പത്രം വിറ്റും പോപ്കോണും സോഡയൊക്കെ വിറ്റാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വാൾട്ട് ഡിസ്നി എന്നൊരു കമ്പനി തുടങ്ങിയത്. ആ ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ടേൺ ഓവർ പ്രോഫിറ്റ് എത്രയാണെന്നറിയോ? $3,500 കോടി. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുകളിലൂടെയാണ് അല്ലെങ്കിൽ എന്തുമാത്രം സ്ട്രഗിളിലൂടെയാണ് ഈ ഒരു പൊസിഷനിൽ ഇവരൊക്കെ എത്തിച്ചേർന്നതെന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ഈ പരാജയപ്പെട്ട ആൾക്കാരുടെ കഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പാഠങ്ങളിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അമിതാഭ് ബച്ചൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കൺസ്യൂമർ കമ്പനിയിൽ എക്സിക്യൂട്ടീവിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ റിജക്ട് ചെയ്തു. ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ട് അദ്ദേഹം ഇൻ്റർവ്യൂവിന് പോയി. അവർ പറഞ്ഞ എന്താണെന്നറിയോ? ഇയാളുടെ വോയിസ് കൊള്ളില്ല എന്ന് പറഞ്ഞു വിട്ടു. വോയിസ് മീൻസ് സൗണ്ട്, അദ്ദേഹത്തിൻ്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ സാമ്പത്തികമായിട്ട് വലിയ പരാജയമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്രയോ പരസ്യങ്ങളിൽ നമ്മൾ സൗണ്ട് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നൊരു വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും അപമാനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റാത്ത പരാജയങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം ജീവിതത്തിൽ മിണ്ടാതിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാജയങ്ങളൊക്കെ നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ് തരുന്നത്. എന്താണെന്നറിയോ? ഈ പരാജയങ്ങളൊന്നും ജീവിതത്തിന്റെ അവസാനമല്ല, അല്ലെങ്കിൽ ഇതിൽ ഒരിക്കലും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ വിജയത്തിൽ എത്തിച്ചേരുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെറിയ ഒരു കോമ മാത്രമാണ്. നമ്മൾ ഒരിക്കലും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ആ ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പിന് നിങ്ങൾ പേന എടുത്തൊരു കോമ ഇടുക. അവിടെ നിന്ന് വീണ്ടും തുടങ്ങുക. നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആ പരാജയങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. അത് നമ്മളെ വിജയത്തിന്റെ തൊട്ടടുത്താണ്. നിങ്ങളൊന്ന് കൈ എത്തി പിടിച്ചാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൈക്കുള്ളിലാക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യമായിരിക്കണം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പരാജയത്തിൽ തോറ്റു പോകാതിരിക്കുക. ഈ ആൾക്കാരുടെ സഹതാപവും സിമ്പതിയും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം നമ്മളെ തള്ളി പറഞ്ഞവർ നമുക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ അവർ തന്നെ നമുക്ക് വേണ്ടി കൈയടിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക. അവർ തന്നെ നമ്മളെ പറ്റി അപ്പോഴും നല്ലത് പറയും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഈ സഹാനുഭൂതി സിമ്പതിയൊക്കെ കാണിക്കുന്നവരോട് അങ്ങനെയാണ് നമുക്ക് പകരം വീട്ടാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവിധ വിജയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ. ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് വീണ്ടും കിട്ടുന്നതിന് എന്നെ ഫോളോ ചെയ്യുക. ഇനിയും ഒരു കാര്യം കൂടെ പറയട്ടെ. ഫേസ്ബുക്ക് പേജ് ഡോക്ടർ ധന്യ എന്നുള്ള പേരിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.